രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്നൊരു തോന്നല് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലൊന്ന് പോയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല. രാവിലെ ഒരു 7:45 ആയപ്പോൾ ഇറങ്ങി. രാവിലെ പുന്നലയിൽ നിന്നും പത്തനാപുരം ബസ്സിൽ കയറി, പത്തനാപുരത്ത് നിന്ന് കൊട്ടാരക്കര ബസ്സിൽ കയറി, കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കൊല്ലം ബസ് കയറി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി. കുറച്ച് അധികം നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. രാവിലെ ഞാൻ പോകുവാന്ന് പറഞ്ഞപ്പോൾ അമ്മയും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് വന്നത്. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരക്കര അമ്പലം. ഭഗവാനെ കാണാനായിട്ട് പോവുക. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു കറുകമാലയൊക്കെ മേടിച്ച് ഒരു തേങ്ങയും മേടിച്ച് അമ്പലത്തിലെത്തി. ഞങ്ങൾ വന്ന സമയത്ത് നിവേദ്യം നടക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് തേങ്ങ ഉടച്ചിട്ട് അകത്തോട്ട് കയറാമെന്ന്. അങ്ങനെ തേങ്ങ ഉടയ്ക്കാനായിട്ട് എല്ലാ വിഘ്നങ്ങളും തീർത്ത് തരണേ എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു തേങ്ങ അങ്ങ് ഉടച്ചു. ശേഷം അമ്പലത്തിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് ഉണ്ണിയപ്പവും മേടിച്ച് അവിടെ അമ്പലത്തിൻ്റെ കുളത്തിലൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ കുറേ മീനുകളെയൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് ബസ്സിലിരുന്നാണ് ഞാൻ ഉണ്ണിയപ്പം തിന്നുന്നത്. ഇവിടുത്തെ ഉണ്ണിയപ്പം ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങളാരെങ്കിലും ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിങ്ങനെ ഭഗവാനെ കാണാൻ തോന്നുമ്പോഴും ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത യാത്രയായിട്ട് കാണാം.